കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ 2 ഘട്ടങ്ങളായി നടക്കും. ഡിസംബർ 9-ന് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഡിസംബർ 11-നാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പെരുമാറ്റച്ചട്ടം സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കും. മട്ടന്നൂർ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പെരുമാറ്റച്ചട്ടം ബാധകമാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ അഗെയിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുമ്പോഴേക്കും എന്ന് പറയുന്ന സമയത്തേക്ക് തെരഞ്ഞെടുപ്പ് ഇങ്ങ് വന്നു. ഇന്ന് തൊട്ട് നമ്മളൊരു പെരുമാറ്റച്ചട്ടത്തിലാണ്. അപ്പോൾ പെരുമാറ്റച്ചട്ടക്കാലത്ത് പാലിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. ഡിസംബർ 9-നും 11-നും തെരഞ്ഞെടുപ്പ്, 13-ന് വോട്ടെണ്ണൽ. വളരെ പെട്ടെന്നെല്ലാം കഴിയുന്ന ഒരു രീതിയിലുള്ളൊരു പ്രഖ്യാപനം അല്ലേ? കൃഷ്ണ, വരുന്ന ഒരു മാസക്കാലം സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ വീറും വാശിയുമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം നാടും നഗരവുമെല്ലാം ഇളക്കിയുള്ള പ്രചരണങ്ങളുമായി ഇനി വരുന്ന ദിവസങ്ങളിൽ മുന്നണികൾ കളം നിറയാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു മത്സരമാണ് സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. പ്രത്യേകിച്ചും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക ഭരണകൂടത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ മുന്നണികൾ ഇതിനെ വലിയ പ്രതീക്ഷയോടെയും ആവേശത്തോടു കൂടിയാണ് സമീപിക്കുന്നത്. കാരണം നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരു തയ്യാറെടുപ്പായിട്ട് വേണം ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ കാണാൻ. അവരുടെ തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങളുടെ മൂർച്ച എത്ര ഉണ്ട്, അവർ അതിൻ്റെ പ്രഹരശേഷി എത്രമാത്രമുണ്ട് എന്നൊക്കെ പരീക്ഷിക്കാനും അറിയാനുമുള്ള ഒരു അവസരമായി കൂടിയാണ് മുന്നണികൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. മൂന്ന് മുന്നണികളും സംസ്ഥാനത്ത് പ്രബലമായ 3 മുന്നണികളും ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞു. LDFന് മികച്ച രീതിയിലുള്ള ഭൂരിപക്ഷം നേടാൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷങ്ങളിലും തങ്ങൾക്ക് അധികാരം പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രകടിപ്പിച്ചത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും സമാനമായിട്ടുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. മുൻപൊരിക്കലുമില്ലാത്ത വിധം തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ഇത്തവണ കോൺഗ്രസും UDFും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലും മറ്റ് സംഘടനാപരമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിലും UDF വളരെ മുന്നിലായിരുന്നു. സ്ഥാനാർത്ഥി പട്ടിക ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്ന പതിവ് മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രത്യേകതയും ഇത്തവണ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പട്ടികയിൽ കാണാം. BJPയും തങ്ങൾക്ക് പ്രത്യേകിച്ചും തിരുവനന്തപുരം നഗരസഭ പോലുള്ള സുപ്രധാനമായ അധികാര കേന്ദ്രങ്ങൾ പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനത്തിലാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ ഫൈനലായി തന്നെ കാണുന്നു. സെമി ഫൈനലായിട്ടല്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായി മുന്നണികൾ കളം നിറയുമ്പോൾ ഇനി വരുന്ന ഒരു മാസക്കാലം സംസ്ഥാനത്തിൻ്റെ നാടും നഗരവും മുക്കിലും മൂലയിലുമെല്ലാം തെരഞ്ഞെടുപ്പ് ആവേശം നിറയുമെന്ന് തീർച്ചയാണ്. ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഒരു മാസം തെരഞ്ഞെടുപ്പിന്റെ ഒരു വീറും വാശിയും ഒക്കെ സംസ്ഥാനത്ത് വരാൻ പോവുകയാണ്. മാത്രവുമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതേ വീര്യത്തോടു കൂടിയാണ് ഓരോ പാർട്ടികളും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനെ കാണുന്നതെന്ന പ്രത്യേകതയും കൂടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.